2 ദിവസത്തിന് മുൻപാണ് നടി നസ്രിയ താൻ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചും താൻ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. തന്റെ ജീവിതത്തിൽ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും ഇതൊക്കെ ശരിയാകാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും എന്നൊക്കെയായിരുന്നു നസ്രിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ നസ്രിയയും ഫഹദും തമ്മിൽ വേർപിരിയാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് എല്ലായിടവും പ്രചരിച്ചത്. മാത്രമല്ല, ഇവർ മൗനം പാലിച്ചതുകൂടെ ആയതുകൊണ്ട് തന്നെ ഇരുവരും കൂടിയ താമസിയാതെ തന്നെ വേർപിരിയൽ വാർത്തയായിരിക്കും പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന് എല്ലാവരും തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ നസ്രിയയും ഫഹദും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും ഇവർ തമ്മിൽ വേർപിരിയൽ വാർത്ത സത്യമല്ല എന്നാണ് നസ്രിയയുടെ അടുത്ത സുഹൃത്തുക്കളടക്കം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്നത്. 2014 വിവാഹിതരായി 10 വർഷമായിട്ടും ഇരുവർക്കും ഒരു കുഞ്ഞ് ഇതുവരെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ നടന്നു വരികയായിരുന്നു. ഇതിനിടെ നസ്രിയ ഗർഭിണിയാവുകയും താരം മിസ്കാരേജ് ആവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ഒരു കാരണം കൊണ്ടാണ് നസ്രിയ വല്ലാതെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നതെന്നും അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഏകദേശം 4 മാസത്തോളം നസ്രിയ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതെന്നും പറയുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ പ്രചരിക്കുന്നത് പോലെ നസ്രിയും ഫഹദും തമ്മിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു വഴക്കുകളോ ഒന്നുമില്ലെന്നും വേർപിരിയൽ വാർത്ത സത്യമല്ല എന്നാണ് ഇപ്പോൾ നസ്രിയുടെയും ഫഹദിന്റെയും സുഹൃത്തുക്കളടക്കം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. നസ്രിയുടെ പോസ്റ്റ് ആദ്യം കണ്ടപ്പോൾ പലരും ഞെട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഓരോരുത്തരും കമന്റ് ചെയ്തത്. കാര്യം ഇരുവരും വിവാഹമോചിതരാവാൻ പോകുന്നു എന്നുള്ള കാര്യം ചിന്തിക്കാൻ പോലും വയ്യ എന്നായിരുന്നു താരത്തിന്റെ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ മുഴുവൻ. ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് നടൻ ഫഹദ് ഫാസിലും നസ്രിയയും പറഞ്ഞത് മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും വ്യാപക ആക്രമണമാണ് ഇവർക്കെതിരെ ഉണ്ടായതും. ഇരുവരും തമ്മിലുള്ള പ്രായ വ്യത്യാസമായിരുന്നു പലരും കുറ്റമായി കണ്ടെത്തിയതും. വിവാഹ നിശ്ചയത്തിന് പിന്നാലെ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരം ചോദ്യങ്ങളെ താരങ്ങൾക്ക് നേരിടേണ്ടി വരികയും ഫഹദ് അസ്വസ്ഥനായി പെരുമാറുകയും ചെയ്തിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള താരങ്ങളുടെ ജീവിതം കണ്ട് വിമർശിച്ചിരുന്നവർ പോലും അസൂയപ്പെട്ടിട്ടുണ്ടാകും. അത്രത്തോളം സന്തോഷത്തിലും സ്നേഹത്തിലുമാണ് ഇരുവരും ജീവിച്ചത്. എന്നാൽ ഇപ്പോൾ താൻ കുറച്ചു നാളായി വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് എത്തിയിരിക്കുകയായിരുന്നു നസ്രിയ. ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു കുറിപ്പ് വൈറലായതോടെ തന്നെ നടി പറയാൻ ഉദ്ദേശിച്ച സംഭവം എന്താണെന്ന് അറിയാതെ ആരാധകരും കുഴഞ്ഞു. എന്നാൽ നസ്രിയ പറയാൻ ഉദ്ദേശിച്ചത് ഫഹദുമായി വേർപിരിയുകയാണെന്ന് മാത്രമാവരുതേ എന്ന അപേക്ഷയുമായിട്ടാണ് ഒട്ടേറെ ആരാധകരും എത്തിയിരുന്നത്. ദയവായി മറ്റ് സെലിബ്രിറ്റികൾ ചെയ്യുന്നത് പോലെ വിവാഹമോചനം പ്രഖ്യാപിക്കരുതേ. നിങ്ങളുടെ കുറിപ്പ് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അതൊരു വിവാഹമോചന പ്രഖ്യാപനമാണെന്ന് തോന്നലുണ്ട്. വളരെ ആശങ്കയോടെയാണ് നിങ്ങളുടെ പോസ്റ്റ് മുഴുവനും വായിച്ചു തീർത്തത്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ച് ഞങ്ങൾ കാത്തിരിക്കുന്നത് പോലെ നീ തീർച്ചയായും ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നാണ് നസ്രിയുടെ പോസ്റ്റിന് താഴെ ഒരാൾ കമന്റായി പറഞ്ഞിരുന്നത്. അഞ്ജലി മേനൻ സംവിധാനം ചെയ്ത ബാംഗ്ലൂർ ഡേയ്സ് എന്ന ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴായിരുന്നു ഫഹദും നസ്രിയയും പ്രണയത്തിലാകുന്നതും. ഇരുവരും സിനിമയിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടായിരുന്നു അഭിനയിച്ചത്. ഒരു പ്രത്യേക സീനിൽ നസ്രിയയാണ് ഫഹദിനോട് ഇഷ്ടം അറിയിക്കുന്നത്. അങ്ങനെ 2014 ഓഗസ്റ്റിൽ താരങ്ങൾ വിവാഹിതരമായി. ആ സമയത്ത് നസ്രിയയ്ക്ക് 19 വയസ്സും ഫഹദ് ഫാസിലിന് 31 വയസ്സുമായിരുന്നു. ഇരുവരും തമ്മിൽ 12 വയസ്സിന്റെ വ്യത്യാസവും ഉണ്ടായിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചായിരുന്നു ചിലർ അന്ന് പരിഹാസങ്ങളുമായി എത്തിയിരുന്നു. 11 വർഷത്തോളം നീണ്ട ദാമ്പത്യത്തിൽ ജീവിച്ചു കാണിച്ചാണ് ഫഹദും നസ്രിയയും വിമർശകരുടെ മായടുപ്പിച്ചത്. നസ്രിയ ജീവിതത്തിൽ വന്നതോടെയാണ് ഫഹദിന്റെ മാറ്റങ്ങൾക്ക് തുടക്കം എന്നായിരുന്നു മുൻപൊരു അഭിമുഖത്തിൽ ഫാസിൽ വ്യക്തമാക്കിയത്. വിവാഹത്തിന് ശേഷമാണ് ഫഹദ് മഹേഷിന്റെ പ്രതികാരം അടക്കമുള്ള സിനിമകളിലെ സൂപ്പർ താര നിരയിലേക്ക് വളർന്നു വന്നത്. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ മാറിക്കഴിഞ്ഞു ഫഹദ്. ചേർന്ന് നിർമ്മാണ കമ്പനി തുടങ്ങുകയും വീണ്ടും ഒരുമിച്ച് അഭിനയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഫഹദിനും ഉണ്ടായിരുന്നുവെങ്കിലും ഇതൊന്നും താരങ്ങളെ ബാധിച്ചിട്ടില്ല. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ബേസിൽ ജോസഫിനോടൊപ്പം സൂക്ഷ്മദർശൻ എന്ന സിനിമയിലൂടെയാണ് നസ്രിയ മലയാളത്തിലേക്ക് തിരിച്ചുവരവ് നടത്തിയത്. ഈ സിനിമയ്ക്ക് ഗംഭീര റിപ്പോർട്ടാണ് എല്ലായിടത്തു നിന്ന് ലഭിച്ചതും. ഇതിനുശേഷമാണ് നസ്രിയ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിന്നത്. വൈകാരികമായി പോലും പ്രശ്നങ്ങൾ വന്നത് കൊണ്ടാണ് താൻ അങ്ങനെ മാറി നിന്നത് എന്നാണ് നസ്രിയ വ്യക്തമാക്കിയിരിക്കുന്നത്.